ക്യാമറ സ്കാനിങ് നമ്മൾ സർവീസ് സെൻ്ററിലാണ്. അപ്പോൾ നമ്മൾ ഈ പി സി ബിയുടെയൊക്കെ ഒത്തിരി പേർക്ക് പി സി ബി ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും കമ്പനിയിൽ അല്ലെങ്കിൽ വേറെ സർവീസ് സെൻ്ററിലൊക്കെ ഇത് ഫുള്ളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണെന്നോ അതിന് പർട്ടിക്കുലർ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള മൈക്രോസ്കോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതായത് ഒരു 20 ടൈംസ് വരെ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐ സിയുടെ ഒരു അല്ലെങ്കിൽ ചെറിയ റെസിസ്റ്ററോ കപ്പാസിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു 20 ടൈംസ് അതിനകത്ത് ഡ്രൈ സോൾഡറിങ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം ഇൻറ്റേർണലി കംപ്ലയിൻറ്റ് ലീക്കേജ് ഉണ്ടോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ മൈക്രോസ്കോപ്പിനകത്തോടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്കത് സൂം ചെയ്തതിനകത്ത് കറക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. ക്യാമറ കാണിക്കാൻ പറ്റും, കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്താണെന്നുള്ളതിന് അത്രയും വലുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പം അത് യെസ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് പി സി ബി ആണെങ്കിലും നമ്മുടെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലെക്സുകളും അല്ലെങ്കിൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ LCD ഫ്ലാപ്പ് നമ്മുടെ ലെൻസിൻ്റെ സ്ട്രിപ്പുകൾ, അതുപോലെ LCD ഹിഞ്ചുകൾ, ഇതെല്ലാം നമ്മുടെ ഇഷ്ടംപോലെ സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതിൻ്റെ സർവീസ് ആണെങ്കിലും ഭയങ്കര ചീപ്പായിട്ട് അത് എവിടെയും ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അതുപോലെ കാർഡ് ഹോൾഡേഴ്സൊക്കെ ആണ് എല്ലാത്തിനും, സോണി, നിക്കോൺ, കാനൻ, ലൂമിക്സ്, ഇതിൻ്റെ എല്ലാ കാർഡ് ഹോൾഡേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഫുൾ കാർഡ് ഹോൾഡേഴ്സാണ്. അപ്പം അങ്ങനത്തെ എന്തുണ്ടെങ്കിലും വളരെ ചീപ്പായിട്ട് ഫുൾ ഇത് മാറാതെ നമുക്ക് ഈ മെഷീനെ വെച്ചിട്ട് തന്നെ കാർഡ് ഹോൾഡറൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അണത്തെ ഇവിടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് സ്പെയർ പാർട്സ്, ഇത് കംപ്ലീറ്റ് ഓരോന്നിൻ്റെയും സ്പെയർ പാർട്സാണ്